ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയുമാണ്. അതിനുവേണ്ടി അരിമാവ് എടുത്ത് വെച്ചിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നു, കുറച്ച് ഉപ്പും ചേർത്ത്. വേറൊരു തരത്തിലാണ് കടലക്കറി വെക്കാൻ പോകുന്നത്. കടല ഇന്നലെ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, സവാള 2 ഇടത്തര അരിഞ്ഞത്, അതും എല്ലാം ഇട്ട് കൊടുക്കും. അതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂണിലാണ് എടുത്തത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ടീസ്പൂണാണെങ്കിൽ 1 ടീസ്പൂൺ. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, കുരുമുളക് 1 നുള്ള്, ഇത്രയും ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, ഒരു തക്കാളി, പകുതി തക്കാളി അരിഞ്ഞത്. തക്കാളിയുടെ പുളിപ്പ് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് പകുതി ചേർക്കുന്നത്. അതുപോലെ കടലയും കുറവല്ലേ ഉള്ളൂ. അതിന് ശേഷം ഈ കടലയിലൊരു 3/4 ഭാഗം വെള്ളമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് 2/4 ഭാഗം വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പം ഇത് നിറച്ചും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യമെങ്കിൽ ഇടാം. ഇതൊരു സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കും. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടലക്കറിയാണിത്. കുക്കർ അടച്ചു വെച്ചതിന് ശേഷം അടുപ്പ് കത്തിച്ച് ആദ്യത്തെ വിസിലിന് വേണ്ടി തീ കൂട്ടി വെച്ച്, അതിന് ശേഷം തീ കുറച്ച് വെച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ച് കൊടുക്കാം. കടല ഏകദേശം വേവാറായിട്ടുണ്ട്. 7 വിസിൽ വന്നു കഴിഞ്ഞ് ഈ അടുപ്പ് അണച്ചു വെക്കുകയാണ്. പുട്ട് വേവിക്കാൻ വെച്ചിരിക്കുന്നു. പുട്ട് ഒരു കുറ്റി ആവാൻ പോകുന്നുണ്ട്. കടലയുടെ വിസിലെല്ലാം പോയി കഴിയുമ്പോഴേക്കും ഒരു സവാള പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില എല്ലാം ഇട്ട് താളിച്ച് ആ കറിയിൽ ഒഴിക്കാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയുള്ള കറിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം, ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ. ആരും കമൻറ്റും ചെയ്യില്ല. എൻ്റെ വീഡിയോ ഒന്നും ആരും അധികം പേരും കാണാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ അധികം പാചകം ഒന്നും ഇടാത്തത്. വേറെ വേറെ വിഷയങ്ങളാണ് ഇപ്പോൾ എടുത്തിടുന്നത്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം 2 ഉണക്കമുളക്, കറിവേപ്പില, ഇത്രയും കടുക് പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കാം. കടുക് നല്ല എല്ലാം പൊട്ടി തീർന്നതിന് ശേഷം എല്ലാം ഇതൊക്കെ ഇട്ട് കൊടുക്കും. കടുക് നല്ല പൊട്ടി വരുന്നുണ്ട്. കടുകെല്ലാം നല്ലവണ്ണം പൊട്ടിക്കഴിഞ്ഞു. അതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. മല്ലിയില അവസാനം കറിയിൽ ഇടാനുള്ളതാണ്.
തീ കുറച്ച് വെച്ച് നല്ലവണ്ണം ഉള്ളി അതിൻ്റെ പൊരിച്ചെടുക്കണം. ബ്രൗൺ നിറമാകുമ്പോഴാണ്, അപ്പോഴേക്കും ഇതിൻ്റെ വിസിലും അടിഞ്ഞു തീരും. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെടുത്ത് ഒരു പാത്രത്തിലോട്ട് വെക്കാം. ഉണ്ടാക്കി കഴിഞ്ഞ് നല്ലപോലെ ഇച്ചിരി ചൂടാറിയതിന് ശേഷം പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി പുട്ടും കൂടെ അതുപോലെ തന്നെ ചെയ്ത് വെക്കാം. ഏഴ് വിസിൽ വന്നതിന് ശേഷം ഞാൻ കുക്കർ തുറന്ന് ഉപ്പ് നോക്കാം. നമുക്ക് ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ്. ഉപ്പ് ഇച്ചിരി കുറവാണ്, നമുക്ക് ഉപ്പിടാം. ഞാൻ ഒരു ചെറിയ സ്പൂണിൽ മാത്രം ഇട്ടുള്ളൂ, ഒരരയും കൂടി ഇടാം. അതിന് ശേഷം ഈ ഉള്ളി പൊരിച്ചത്, ഉള്ളിയും മുളകും എല്ലാം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചത് ഇതിലിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള കടലക്കറി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. നല്ല രുചിയുള്ള കടലക്കറി, പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയതാണിത്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ച് ഒന്നിച്ചിട്ട് നേരം കൂടെ അടച്ചു വെക്കാം. ഒരു 3 മിനിറ്റും കൂടി ഇട്ട് ഞാൻ അടുപ്പിൽ വെച്ച് നല്ലപോലെ ഇതിനകത്തിട്ട് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല കറിയായിട്ടുണ്ട്. ഇനി അടുപ്പ് അണച്ച് കറി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഈ കടലക്കറി എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് പ്രവാസികൾക്കും ജോലിക്ക് പോകുന്നവർക്കും എല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. ഒന്നുമില്ല ഇതിൽ ജോലി. എല്ലാം കൂടി ഇട്ട് ഒരു 8 വിസിലാവുമ്പോഴേക്കും കറിയാവും. പിന്നെ ആ ഉള്ളി അങ്ങ് താളിച്ചിട്ടാൽ മതി. നല്ല എളുപ്പമുള്ള കറിയുമാണ്, നല്ല ടേസ്റ്റുമാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.